ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കീറിയ വസ്ത്രം നാറിയ ശരീരത്തിന് ചേരുന്നതാണ്. ഇനി വചനം എടുക്കുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ലേവ്യരുടെ പുസ്തകം 13:45 വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, കുഷ്ഠമുള്ളവർ കീറിയ വസ്ത്രം ധരിക്കണം. നമുക്കറിയാലോ, ഒരു കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം നാറുന്ന ശരീരമായിരിക്കാം. കുഷ്ഠരോഗിക്ക് ചേർന്നതാണ് കീറിയ വസ്ത്രം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. കുഷ്ഠരോഗി കീറിയ വസ്ത്രം ധരിക്കണം, മുടി ചീകരുത്, മേൽചുണ്ട് മറയ്ക്കണം, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം. ശാരീരികമായിട്ടുള്ള വ്യഥ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയുടെ മാനസിക വ്യഥ. അതുപോലെ തന്നെ ശാരീരികമായിട്ടും എന്തുമാത്രം വ്യഥ അനുഭവിക്കേണ്ടി വരും ഒരു കുഷ്ഠരോഗി എന്നുള്ളത് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നാറിയ ശരീരത്തിന് ചേരുന്നതാണ് കീറിയ വസ്ത്രം. ഈ വചനം മനസ്സിലാക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ ഫാഷന്റെ പുറകെ പോയി ഭോഷന്മാരായി മാറാം. അത് നമുക്ക് യോജിച്ചതല്ല എന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഏതായാലും ഈയിടെയായിട്ട് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കീറിയ വസ്ത്രത്തിന്. ഒരിടയ്ക്ക് ഇതായിരുന്നു ഏറ്റവും വലിയ ഭാഷം. ഇനി അതിൻ്റെ പുറകെ പോവുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ഭോഷത്വം കാണിച്ചവരായിരിക്കാം. ഇനി ഈ ഒരു ഭാഷന് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വചനം ഭോഷത്വം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് വചനം അറിയാത്തത് കൊണ്ട് നമ്മൾ ഭാഷനാക്കി മാറ്റിയേക്കാം. ഒരപ്പം സൂചിപ്പിച്ചൊരു കാര്യം, പക്ഷെ എൻ്റെ മകനെ കാണുന്നത് ഡിസ്ഗസ്റ്റിംഗ് ആണ്. അദ്ദേഹം ആ പദം ഉപയോഗിച്ചേ, ഇംഗ്ലീഷ് പദം. ഈ ഡിസ്ഗസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്നതാണ്. എന്താ കാര്യം ചോദിച്ചപ്പോഴത്തേക്കാ പറഞ്ഞേ, ഞങ്ങളൊക്കെ ആ പ്രായത്തിൽ ഞങ്ങൾ പഠിച്ചതും ചെയ്തിരുന്നതും ശരീരം ക്ലീൻ ആയിട്ട് ശരീരത്തിൻ്റെ ആ ഒരു വൃത്തി അതിന് പ്രാധാന്യം കൽപ്പിച്ച് ഞങ്ങൾ പോന്നവരാണ്. എൻ്റെ മകൻ അതിന് യാതൊരു പ്രാധാന്യമില്ല. അവൻ്റെ ശരീരം ഇങ്ങനെ വൃത്തിയില്ലാതെ നാറുന്നതാണെങ്കിലും അവനൊരു കുഴപ്പമില്ല. കുറച്ച് കീറിയ വസ്ത്രങ്ങളോട് ധരിച്ചു കഴിയുമ്പോൾ അവൻ അതിനകത്ത് വളരെ സന്തോഷവാനായിട്ട് പോകുന്ന ആ കാഴ്ച കാണുമ്പോൾ എനിക്കത് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വചനം മറന്ന് ജീവിക്കാൻ പറ്റുമോ? ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് വിട്ടിട്ടല്ല നമ്മൾ ലോകത്തിന്റെ പുറകെ പോകുന്നത്. റോമാലേഖനം 12 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ ലോകത്തെ അനുകരിക്കരുത്, ദൈവത്തെ അനുകരിക്കണം. ലോകം നമുക്ക് കാണിച്ചു തരുന്നതിന്റെ പുറകെയല്ല നമ്മൾ ഓടേണ്ടത്. ദൈവത്തിൻ്റെതായ വഴികള്, ക്രിസ്ത്യാനികൾക്ക് യോജിച്ച വഴികള് വചനത്തിലൂടെ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴികളിലൂടെയാണ്, ആ വചനം അനുസരിച്ചാണ് നമ്മുടെ ജീവിതം നാം മുമ്പോട്ട് നയിക്കേണ്ടത്. നമുക്കിതിന്റെ വെളിച്ചത്തിൽ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതായ 6 കാര്യങ്ങൾ വചനം വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലോകം നല്ലതെന്ന് പറഞ്ഞ്, ഭാഷനെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ പോകേണ്ടി വരില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഈ ആൾക്കൂട്ടത്തിന് അനുസരിച്ച് പോകുന്ന വ്യക്തികളെക്കാൾ ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ അനുഭവിച്ച, വചനം ഏറ്റെടുത്ത വ്യക്തികളെ പോലെ ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ആ ഒരു തീരുമാനം ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മയായി കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നെങ്കിൽ അത് വലിയ ഒരു നേട്ടമാണ്. 6 വചനഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ലതാണ്. റോമ 12 വചനം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്. ലോകമല്ല നമ്മളെ ഭരിക്കേണ്ടത്, നയിക്കേണ്ടത്. ലോകത്തിന്റെ ആ ട്രെൻഡ് അനുസരിച്ചല്ല നാം നീങ്ങേണ്ടത്. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ലോകത്തിലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ സ്വന്തമായിരിക്കാൻ നമുക്ക് സാധിക്കണം. 1 കൊരിന്ത്യർ 11 1 വചനം പറയുന്നത് ക്രിസ്ത്യാനിക്ക് യോജിച്ചത് എന്താണെന്നാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ലോകത്തെ അനുകരിക്കാതെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി മാറണം. യേശുക്രിസ്തു ആരായിരുന്നു? യേശുക്രിസ്തു ചെയ്തത് എന്താണ്? യേശുക്രിസ്തു സംസാരിച്ചത് എങ്ങനെയാണ്? ആ യേശുവിനെ അനുകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെയാണ് മറ്റൊരു ക്രിസ്തുവായി മാറാൻ നമുക്ക് സാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ ഒരു വചനഭാഗം റോമ 12:9 അവിടെ പറഞ്ഞിരിക്കുന്നത്, തിന്മയെ ദ്വേഷിക്കണം, നന്മയെ മുറുകെ പിടിക്കണം. ഇതാണ് ദൈവമക്കൾക്ക് യോജിച്ച ഒരു കാര്യം. ലോകം ഒരുപക്ഷെ തിന്മയെ മുറുകെ പിടിച്ചേക്കാം,
നന്മയെ ദ്വേഷിച്ചേക്കാം. അവരെങ്ങനെ ചെയ്യട്ടെ? നമ്മൾ ദൈവത്തിന്റെ മക്കളായി നമ്മൾ ചെയ്യേണ്ടത് തിന്മയെ ദ്വേഷിക്കണം, നന്മയെ മുറുകെ പിടിക്കണം. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. യെശയ്യാ 5:20 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും തിന്മയെ നന്മയെന്ന് വിളിക്കരുത്, പ്രകാശത്തെ അന്ധകാരം എന്ന് വിളിക്കരുത്. അങ്ങനെ ചെയ്യുന്നവർക്ക് ദുരിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വചനം പറയുന്ന കാര്യം അതിന് വിരുദ്ധമായിട്ട് ലോകം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കിയാലും അതല്ല നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമത്തെ വചനഭാഗം 1 യോഹന്നാൻ 2:15-16 വചനങ്ങളാണ്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ദൈവമക്കള് എടുക്കേണ്ട ഒരു തീരുമാനം അതാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കും, ലോകത്തെയോ ലോകവസ്തുക്കളെ അല്ല. ഇന്ന് ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്വന്തം ജീവിത പങ്കാളിയെ പോലും വേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റാത്തവര്, സ്വന്തം മക്കളെ പോലും വേണ്ടതുപോലെ ജീവിക്കാൻ പറ്റാത്തവര്, അവരെങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറും? നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിന്റെ ആ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ നാം സ്നേഹിക്കണം. നാലാമത്തെ വചനഭാഗം പുറപ്പാട് 23:2 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീ പാപം ചെയ്യരുത്. ഭൂരിപക്ഷം ആൾക്കാരും തെറ്റായ ഒരു സ്റ്റാൻഡ് എടുത്തായിരിക്കാം അവരുടെ മുമ്പിൽ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിന്റെ പേര് നമുക്ക് ആ സ്റ്റാൻഡ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തെ അറിഞ്ഞവരെ പോലെ, അനുഭവിച്ചവരെ പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ പോലെ നമ്മൾ പെരുമാറണം. അതിന് നമുക്ക് കുറച്ച് ദൈവാനുഭവം, കുറച്ച് കൺവിക്ഷൻ, ബോധ്യങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ലോകം എങ്ങനെ പോയാലും ഞാൻ പോകേണ്ടത് ഈ രീതിയിലാണ് എന്ന് പറഞ്ഞ് ശരിയായ മാർഗത്തിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക. ആൾക്കൂട്ടത്തിൽ ചേർന്നങ്ങ് പോവുകയാണെങ്കിൽ കാര്യങ്ങൾക്ക് എളുപ്പമുണ്ട്. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ 6:60 മുതൽ വായിക്കുമ്പോൾ, ആൾക്കൂട്ടം വിട്ടുപോയിടത്തും യേശു തന്റെ പഠനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുന്ന അത് നമുക്ക് കാണാൻ പറ്റും. ഇനി അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്കും നേരായ മാർഗം, ശരിയായത് എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. 5-ാമത്തെ വചനഭാഗം ലൂക്കാ 16:15. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ഒരുപക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നികൃഷ്ടമായിരിക്കാം. നമ്മൾ നോക്കേണ്ടത് ദൈവത്തിന് ഉത്കൃഷ്ടമായ കാര്യങ്ങളാണ്. അല്ലാതെ മനുഷ്യർ നല്ലതെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം അതൊരുപക്ഷെ ദൈവത്തിന് നികൃഷ്ടമായിരിക്കാം. അതിലേക്ക് പോകരുത്. അവസാനത്തെ വചനഭാഗം സങ്കീർത്തനം 104:1-2 വചനങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, വസ്ത്രം എന്നതുപോലെ തേജസ്സും പ്രകാശവും ധരിക്കേണ്ടവരാണ് ദൈവമക്കളായി നമ്മൾ. അത് ചെയ്യുന്നെങ്കിൽ നമ്മുടെ വസ്ത്രധാരണത്തിൽ ഒരു പിശക് വരില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സങ്കീർത്തനം 90:8 വായിച്ചാൽ, ദൈവം പ്രകാശം ധരിച്ചിരിക്കുന്നവനാണ്, അവന്റെ മുഖപ്രകാശം. പുറപ്പാട് 34:29 എടുത്താൽ, ദൈവത്തെ കണ്ട, ദൈവത്തോട് ചേർന്ന് നിന്ന മോശയുടെ ആ ഒരു മുഖം തേജോമയമായി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് ക്രിസ്മസിനായിട്ട് ഒരുങ്ങുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.